ഈ സന്ധ്യയിലെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 37 വരെയുള്ള തിരുവചനം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിവിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴിയാ എതിർച്ചയ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. You call. നീ ഞങ്ങളെ വിളിക്കുന്ന ദൈവമാണല്ലോ. You inspire. ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തുന്ന കർത്താവാകുന്നു. You envision. ഞങ്ങൾക്ക് പുതിയ ദർശനം നൽകുന്നവനാണ്. And most importantly, you communicate with your people. കർത്താവേ, നീയാകുന്നു നിന്റെ ജനത്തോട് ഈ വചനം സംസാരിക്കുന്നത്. We present ourselves this evening as vessels of your kingdom. കർത്താവേ, അവിടുത്തെ കരങ്ങളിലെ ആയുധങ്ങളായി ഉപകരണങ്ങളായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. You are the message. കർത്താവേ, നീയാണ് ഈ സന്ദേശം. You are the messenger. കർത്താവേ, നീ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ദൂത് നൽകുന്നതും. The honor is for us to participate in such sacred responsibility. കർത്താവേ, ആ വലിയ വിശുദ്ധവും ദൈവികമായ ഉത്തരവാദിത്വത്തിൽ പങ്കുകാരാകുവാനുള്ള നിയോഗമാണല്ലോ നീ ഞങ്ങൾക്ക് തരുന്നത്. Empower us then. കർത്താവേ, നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. Give us your voice. നിന്റെ ശബ്ദം ഞങ്ങൾക്ക് തരണമേ. Let our hearts be moved by you. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയാൽ നിയന്ത്രിക്കപ്പെടുവാനിടയാകണമേ. Through Christ our Lord. Amen. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. The Metropolitan Theodias Marthoma, അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, Mar Philosinos, President of the Evangelistic Association, സുവിശേഷ സംഘ പ്രസിഡന്റ് അഭിമന്യ ഫിലിക്സിനോസ് തിരുമേനി, Suffragan Metropolitans, സഫറൻ മെത്രാപ്പൊലീത്ത തിരുമേനിമാരെ, with the presiding Suffragan Right Reverend Dr. Eokim Mar Karolinos, ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ഡോക്ടർ യാക്കിം മാർ കൂറിലോസ് സഫറൻ മെത്രാപ്പൊലീത്ത തിരുമേനി, Bishops, Vicar Generals, അഭിമന്യ തിരുമേനിമാരെ, വികാരി ജനറൽ അച്ഛന്മാരെ, clergy, honored guests, ഈ സഭയിലെ പട്ടക്കാരെ, ഈ യോഗത്തിൽ പ്രത്യേകമായി പങ്കെടുക്കുന്ന അതിഥികളെ, members of this great church, ഈ വലിയ സഭയുടെ ഭാഗമാകുവാൻ those present and those in social platforms, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഈ പന്തലിലും ഓൺലൈനായിട്ടും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, to all of you I say, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, Christu Yeshuvil Irapakums Sinevadanam. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I was hoping he will translate to English. Sanibonani. അദ്ദേഹത്തിന്റെ ഭാഷയിലും സാനി മൊനാനി നമ്മുടെ മാനവികതയെ ബഹുമാനിക്കുന്നതിന്റെ പദമാണല്ലോ. As this is my last moment of standing in front of you, നിങ്ങളോടൊപ്പം ഈ മാരാമണ്ണിൽ ചെലവഴിക്കുന്ന അവസാനത്തെ അവസരമാണിത്. please receive my deep gratitude to all of you
for your generosity, നിങ്ങളുടെ ഔദാര്യത്തിനും മഹാമനസ്കതയ്ക്കും നിങ്ങളോടെല്ലാവരോടും തീർത്താൽ തീർക്കാത്ത കടപ്പാട് ഞാൻ അറിയിക്കുന്നു. grace, നിങ്ങളുടെ കരുണാപൂർണമായിട്ടുള്ള ഇടപെടൽ, humility, and love. നിങ്ങളുടെ സ്നേഹപൂർണവും വിനയപൂർണവും കൃപ ചേർന്നിട്ടുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, It is a warm and overwhelming spirit എൻ്റെ ഹൃദയത്തിന് അത് കൂടുതൽ ഊഷ്മളമാക്കുന്നു. എന്നെ വല്ലാതെ ഹൃദയത്തിൽ എനിക്ക് ആനന്ദമുണ്ടാകുന്നു. that I felt from the first encounter I had എനിക്ക് ഈ ഒരു മാരാമൺ കൺവെൻഷനുമായും ഈ സഭയുമായിട്ടുള്ള ആദ്യത്തെ അഭിമുഖീകരണം ഉണ്ടാകുന്നത് with a son of yours നിങ്ങളുടെ സഭയിലെ ഒരംഗമായിരിക്കുന്ന and his lovely wife അദ്ദേഹത്തിൻ്റെ ഭാര്യയും who spends time in my country ഞങ്ങളുടെ രാജ്യത്ത് ദക്ഷിണാഫ്രിക്കയിൽ അവർ സമയം ചിലവഴിക്കുന്നുണ്ട്. contributing toward development. ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു. Mr. Jacob Isaac. ജേക്കബ് ഐസക് എന്ന നമ്മുടെ മാർത്തോമാ സഭാംഗത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. This was built on by telephonic conversations അതിനുശേഷം ടെലിഫോൺ സംഭാഷണത്തിലൂടെ that I had with your church leadership. നിങ്ങളുടെ ഈ മാർത്തോമാ സഭയുടെ നേതൃത്വവുമായി ടെലിഫോൺ മുഖാന്തരവും ആശയവിനിമയം നടത്തുകയുണ്ടായി. As represented by Right Reverend Dr. Isaac Mar Philoxenos Episcopa. അഭിവന്യ ഫിലക്സിനോസ് തിരുമേനിയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിലൂടെ ആ ചർച്ച കുറച്ചും കൂടെ പുരോഗതി പ്രാപിച്ചു. And your General Secretary Reverend ABK Joshua. സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി ABK ജോഷുവ അച്ഛനുമായും ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തുകയുണ്ടായി. The wonderful reception by some of your clergy at the airport വിമാനത്താവളത്തിൽ നിങ്ങളുടെ പട്ടക്കാർ നൽകിയ സ്നേഹപൂർണമായ സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നു. made me feel welcomed. നിങ്ങളിൽ ഒരുവനായി അതെന്നെ തീർത്തതിൽ വലിയ സന്തോഷം. The excellent hospitality extended to me എനിക്ക് നൽകിയതായ ഏറ്റവും ഔദാര്യപൂർണമായിട്ടുള്ള മികച്ചതായിട്ടുള്ള ആതിഥ്യ മര്യാദകൾ ഞങ്ങൾ നന്ദി പറയുന്നു. by Mrs. Annie Koshi, ആനി കോശി കൊച്ചമ്മയും Miss Gina Joshua ജീന ജോഷുവ കൊച്ചമ്മയും and her daughter and Mrs. Bina Santosh. അവരുടെ മകളും അതോടൊപ്പം തന്നെ ബീന സന്തോഷ് കൊച്ചമ്മയും. All these are my favorite kochamas. എനിക്ക് ആതിഥ്യ സൽക്കാരങ്ങൾ നൽകുന്നതിൽ വളരെ താല്പര്യം കാണിച്ചതും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരുമായ കൊച്ചമ്മമാരാണിത്. Not forgetting the men as represented by Evangelist Thomas. അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് എനിക്ക് എല്ലാ ശുശ്രൂഷകളും നിർവഹിച്ചു നൽകിയ സുവിശേഷകൻ തോമസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. All of them captured my whole being. എൻ്റെ എല്ലാ താമസത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ എനിക്ക് ഒരുക്കി തന്നു. Exposing myself in their own way to the tenderness of this church. ഈ സഭയുടെ ഹൃദയവിശാലതയെ വെളിവാക്കുന്ന ഔദാര്യപൂർണമായ ആതിഥ്യ മര്യാദകൾ അവരൊക്കെ എന്നോട് കാണിച്ചു. And the heart of the people of India. ഇന്ത്യയുടെ ജനതയുടെ ആത്മാവും അതുതന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. I'm leaving tomorrow this place fully captured by the warm fraternal spirit. നിങ്ങളുടെ സാഹോദര്യത്തിന്റെ ആത്മാവിനെ മനസ്സിൽ പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നാളെ എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോവുക. I experienced in the shared meals and company. ഞാൻ കഴിച്ച ഭക്ഷണ കൂട്ടായ്മയുടെ മാധുര്യവും ഞാൻ പേറിക്കൊണ്ടായിരിക്കും പോവുക. With all of you, my leaders. എൻ്റെ പിറകിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാരുമായും ചേർന്നാണ് ഞാൻ From the metropolitan to the African metropolitan and the bishops. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയും സഫഗ്രൻ മെത്രാപ്പൊലിത്ത തിരുമേനിയും മറ്റു തിരുമേനിമാരും വിശിഷ്ടാതിഥികളും എല്ലാവരും കൂടെ ചേർന്ന ഭക്ഷണ കൂട്ടായ്മ ഞാൻ ആസ്വദിച്ചിരുന്നു. And all the honored guests. പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളുമായുള്ള കൂട്ടായ്മയും എനിക്ക് സന്തോഷം നൽകി. I can never forget the humble spirit of the ordinary people of this church. ഈ സഭയുടെ സാധാരണക്കാരായ വിശ്വാസികളോടുള്ള കടപ്പാട് എനിക്ക് അത്യധികമാണ്. Simple gestures of a smile. നിങ്ങളുടെ സ്നേഹപൂർണമായും നിഷ്കളങ്കപൂർണമായ ഒരു പുഞ്ചിരി, offering a hand to greet, ഒരു ഹസ്തദാനം നൽകൽ, a hug and a pose for a photo, even if it's for a selfie. ഒരു ആലിംഗനം, ചിത്രത്തിന് വേണ്ടി നിൽക്കുന്നതും സെൽഫി എടുക്കുന്നതുമായ പലവിധമായ നിങ്ങളുടെ ശരീരഭാഷകൾ. Some of them offering me their names. ചില ആളുകൾ അവരുടെ പേരുകൾ എനിക്ക് പറഞ്ഞു നൽകി. Though I suspect that they probably thought because of the sheer volume of persons I might not remember every name. ഒരുപക്ഷെ അവർ പേര് പറയുമ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ അവരുടെ പേരുകൾ എങ്ങനെ ഞാൻ ഓർമ്മിക്കാനാണ്. And in truth they are correct. I can't remember every name. I remember every smile. അവരുടെ വിചാരം ശരിയാണ്. എനിക്ക് അവരുടെ എല്ലാവരുടെയും പേരുകൾ ഓർത്തു വെക്കുവാൻ കഴിയുകയില്ലല്ലോ. In these gestures, ഈ ഒരു വലിയ മര്യാദകളിലൂടെ you acknowledge my presence in your midst. നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ സാന്നിധ്യം നിങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. Gave me a glimpse
എനിക്ക് ചില കാഴ്ചപ്പാടുകളും ഓർമ്മകളും നൽകുകയും not only of yourselves as individuals, നിങ്ങൾ വ്യക്തിപരമായ ചില ഓർമ്മകൾ മാത്രമല്ല എനിക്ക് നൽകുന്നത്, but the collective souls of my siblings in this country of Christ. In യേശു Christ. ക്രിസ്തുവിൽ ഒരേ ആത്മാവിൽ സഹോദരി സഹോദരന്മാരായ നിങ്ങളുടെ സാഹോദര്യത്തിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചറിയുന്നു. The rhythms, എല്ലാവർക്കും the അഭിവാദനം. melodies, the symphonies, and the soul color of worship will forever accompany my soul. എൻ്റെ ആത്മാവിനെ വല്ലാതെ ആനന്ദം കൊണ്ട് നൃത്തം ചവിട്ടിയത് നിങ്ങളുടെ സംഗീതവും താളവും ലയവും അതോടൊപ്പം തന്നെ നിറങ്ങളുടെ സപ്തലയങ്ങളുടെ ഒക്കെ കൂടിച്ചേരേണ്ട ഈ ആരാധനയും എനിക്ക് സന്തോഷം നൽകിയിട്ടുണ്ട്. As I continue to search the ways to worship God in the fullness and the complete expressions of God's creativity in our diversity. നമ്മുടെ വൈവിധ്യങ്ങളിൽ വെളിപ്പെടുന്ന സൃഷ്ടിപരമായ ദൈവത്തിൻ്റെ മഹത്വത്തെ തുടർന്നുള്ള നാളുകളിൽ ആരാധിക്കുവാൻ ഈ സംഗീതവും ഈ ആരാധനയും എന്നെ പ്രചോദിപ്പിക്കും. The deep spirituality reflected in the beauty of the spiritual reflections of the speakers in this convention. ഈ കൺവെൻഷനിൽ ഉണ്ടായ വളരെ ആഴം ആയ ആത്മീയ തിരിച്ചറിവുകൾ നൽകിയ പ്രസംഗങ്ങളും എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി. Beginning with the inauguration service അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗം മുതൽ തന്നെ by Metropolitan Right Reverend Dr. Theodias Martoma, തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ ഉദ്ഘാടന പ്രസംഗം മുതൽ inviting us amongst other things to reflect on the words of that great sage of the church, Saint Augustine. നമ്മുടെ ഈ സഭയുടെ വലിയ സഭ കാഗോള സഭയിൽ തന്നെ വലിയ സന്യാസിവരനായിട്ടുള്ള സെന്റ് ഓഗസ്റ്റിന്റെ പിന്തുടർച്ചയായി Professor Dr. Cleophas J. LaRue inviting us to walk with Jesus through the Beatitudes. ഭാഗ്യവചനങ്ങളുടെ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ ക്ലിയോഫസ് ജെ ലാറു പ്രാസംഗികൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. The Right Reverend Thomas Mar Titos calling us away from othering to brothering. അഭിവന്യ തീത്തോസ് തിരുമേനി അപരവൽക്കരണത്തിൽ നിന്ന് സാഹോദര്യത്തിന്റെ വഴിത്താരിയിലേക്ക് സഞ്ചരിക്കണമെന്ന് നമ്മളെ പ്രബോധിപ്പിച്ചു. Right Reverend Dr. Paul Swarup, Bishop Dr. Paul Swarup reminding us of the relentless pursuit of God in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം നൽകുന്ന ദൈവത്തിന്റെ സജീവതയെക്കുറിച്ച് അഭിവന്യ പോൾ സ്വരൂപ് തിരുമേനി നമ്മളോട് പറയുകയുണ്ടായി. Calling us into a missional relationship with God despite our reluctance and betrayal. നമ്മുടെ ചതിവും നമ്മുടെ മടിയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദൗത്യാവിഷ്കാരങ്ങളിലേക്ക് പങ്കുചേരുവാൻ തക്കവണ്ണം അദ്ദേഹം നമ്മളെ ഉദ്ബോധിപ്പിച്ചു. Without exhausting everybody who spoke, some of them spoke in the local language and I was seated where you are seated. I could hear them in the spirit, though the words I could not hear. പല പ്രസംഗകരും പ്രാദേശിക മലയാള ഭാഷയിലാണ് പ്രസംഗിച്ചത്. ഞാൻ അവിടെ ഇരുന്നു, പക്ഷേ മനസ്സിലായില്ലെങ്കിലും ആ വചനത്തിലുണ്ടായിരുന്ന ആത്മാവിനെ തൊട്ടറിയുവാൻ എനിക്ക് കഴിഞ്ഞു. Through these and many reflections, God spoke to me in ways that are novel and inspiring. ഈ ദിവസങ്ങളിലെ ഈ പ്രാസംഗികരിലൂടെ ദൈവം എന്നോടും പല രീതിയിൽ പുതുതായും എന്നോട് സംസാരിക്കുകയുണ്ടായി. Oh, who will I be without my brother Reverend Sajeev Thomas? ഞാൻ ഇവിടെ ഒരിക്കലും ആകുമായിരുന്നില്ല സജീവച്ചൻ ഇല്ലായിരുന്നുവെങ്കിൽ. Who held my hand and embraced my soul as I sought to communicate the power of God's love for us and the entire world. ഈ ലോകത്തിനും നിങ്ങൾക്കും ചുറ്റുപാടുകൾക്കും ദൈവത്തിന്റെ സ്നേഹത്തെ വിളമ്പിത്തരുവാൻ എൻ്റെ കരം ചേർത്ത് പിടിക്കുകയും ആത്മാവിനെയും മനസ്സിനെയും വായിക്കുകയും ചെയ്ത സജീവച്ചൻ എൻ്റെ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. Thank you very much, my brother. Thank you. I took this long to express my gratitude to all of you. ഈ നീണ്ട നന്ദി പറച്ചിലുകൾ ഞാൻ ചെയ്തത് because I want you to know whatever else I'm going to say tonight. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നതുമായും ഒക്കെ അതിന് ബന്ധമുണ്ടായിരിക്കാം. That this entire week has been a blessing to me. ഈ ഒരാഴ്ച മുഴുവനും എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ ദിനങ്ങളായിരുന്നു. Each of you, നിങ്ങളിൽ ഓരോരുത്തരും in your own way, നിങ്ങളുടെ അതേ രീതിയിൽ has painted a line in my soul mosaic. എൻ്റെ ആത്മാവിന്റെ താളുകളിൽ അടരുകളിൽ that I'm developing and becoming through this convention. എൻ്റെ ആത്മാവിന്റെ അടരുകളിൽ ചില ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങി പോവുക. As I leave this place tomorrow, ഞാൻ നാളെ ഈ പ്രദേശത്ത് നിന്ന് എൻ്റെ ദേശത്തേക്ക് പോകുമ്പോൾ I'm infinitely enriched by your overflowing hearts. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തെ മനസ്സുകളെ
ഉള്ളിൽ മനസ്സിൽ ഓർമ്മച്ചെപ്പിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പോവുക. I pray to God that I have also left a tiny bit of my heart, ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, which is a reflection of the people that I come from. ഞാൻ നിങ്ങളും ഞാൻ വരുന്ന ദേശവുമായുള്ള ബന്ധത്തിലുള്ള ഒരു ആത്മാവിൽ. And I say to you in my own language, Ngosi, thank you. ഞാൻ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദനവും നന്ദിയും അറിയിക്കുകയാണ്. But most importantly, because of all of you, I say, എൻ്റെ ഏറ്റവും പ്രധാനമായി നിങ്ങളെല്ലാവരിലൂടെയും Daivitinum stratum. You didn't hear me? ദൈവത്തിന് സ്തോത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Daivitinum stratum. ദൈവത്തിന് സ്തോത്രം, Nani. നന്ദി. My short reflections for today, therefore, എൻ്റെ വളരെ ഹ്രസ്വമായിട്ടുള്ള ദൈവവചന പഠനം are centered in the gospel according to Luke as read. നാം വായിച്ചു കേട്ടതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ധ്യാനം വികാസം പ്രാപിക്കുന്നത്. And the basic message I want to convey ഇന്ന് നിങ്ങളോട് പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന സന്ദേശം is that the path to God's kingdom ദൈവരാജ്യത്തിലേക്കുള്ള വഴി goes through your unknown wounded neighbor. അപരിചിതനായ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ മുറിപ്പാടുകളാണ് ദൈവരാജ്യത്തിലേക്കുള്ള പദസഞ്ചാരം എന്നുള്ളതാണ്. Let me repeat. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. The path to God's kingdom ദൈവരാജ്യത്തിലേക്കുള്ള വഴി goes through your unknown wounded neighbor. നിങ്ങൾ അറിയാത്ത അയൽക്കാരൻ്റെ മുറിപ്പാടുകളിലൂടെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം വഴി പോകുന്നത്. My siblings in Christ, it is my firm belief that God's call on our lives as individuals പ്രിയമുള്ളവരെ, കർത്താവിൽ പ്രിയരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ വിളിക്കും. is not merely meant for us as individuals to escape the difficulties and troubles and catastrophes of our time. നമ്മുടെ ജീവിതത്തിലെ ദുരിതമഴകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒളിച്ചോടി പോവുക എന്നുള്ളതല്ല ദൈവവിളിയിൽ ഉള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. Nor is it the intention to help us merely to survive the now. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഇപ്പോൾ അതിജീവിക്കുക എന്നുള്ള താൽക്കാലികമായ ക്ഷണമല്ല അതുള്ളത്. Waiting to escape to heaven. സ്വർഗത്തിലേക്ക് ഓടി ഒളിക്കാനുള്ള ഒരു ക്ഷണവുമല്ല അത്. Rather, it is a calling that is centered on God's divine intention. ദൈവത്തിന്റെ പരമമായ ഉദ്ദേശത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. To inaugurate God's reign on earth and ultimate victory. ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഭരണം സാധ്യമാക്കുവാനും ദൈവത്തിന്റെ വിജയം ഉറപ്പിക്കുവാനുമാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. As a definer of how life is to be lived and what God's dream is for the world. ദൈവത്തിന് ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്നും ദൈവത്തിന് ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്നും തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്, നിയോഗമാണ്. In the Gospels, this is communicated in the language of the kingdom of God, especially in Mark and Luke. മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ദൈവരാജ്യത്തിന്റെ ഭാഷയിലൂടെയാണ് കർത്താവ് അതെല്ലാം സംസാരിക്കുന്നത്. In Matthew, it is described in the language of the kingdom of heaven. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്നാണ് അവിടെ വിവരിക്കുന്നത്. This inauguration of God's reign is even called for in the prayer that the Lord has taught us. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വലിയ ഉള്ളടക്കം നമുക്ക് വായിക്കാം. For it is him who has called us, who has taught us to pray, let thy kingdom come, thy will be done on earth as it is in heaven. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോഴും അതേ അർത്ഥത്തോടു കൂടിയാണ് പഠിപ്പിക്കുന്നത്. This inauguration of God's reign is to be transmitted to the world by the people of God. ദൈവജനത്തിലൂടെ ദൈവരാജ്യത്തിന്റെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് സംക്ഷേപിക്കുവാനുള്ള നിയോഗം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. This was especially evident to the liberation of the slaves in Egypt and the covenant God enters into with God's people in Mount Sinai. സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം തന്റെ ജനവുമായി ഉണ്ടാക്കിയ ഉടമ്പടി ബന്ധത്തിലും മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ വിമോചിപ്പിച്ചതിലും നാം ഈ വാർത്ത വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വിമോചനത്തിന്റെ ചരിത്രം. The book of Leviticus entrenches the codification of these laws and the way God wants us to be. ദൈവം ലേവ്യ പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ക്രോഡീകരണത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്.
In this covenant, God's holy people are called, inspired, and shaped to live a life that continuously search for the visible expression of the kingdom of God. ദൈവത്തിൻ്റെ കാണപ്പെടുന്ന അടയാളങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. In some ways, the community itself is to be a sacrament in the hands of God for the sake of the world. ഈ ലോകത്തിന് വേണ്ടി സഭ, ഞാനും നിങ്ങളും ഒരു കൗദാശിക വസ്തുവായി പോലും പലപ്പോഴും ഉപയോഗിക്കപ്പെടാറുണ്ട് ദൈവത്തിന്റെ കരങ്ങളിലൂടെ. This community, according to Walter Brueggemann, വോൾട്ടർ ബ്രൂഗ്മാൻ എന്ന് പറയുന്ന പഴയ നിയമ പണ്ഡിതന്റെ ഭാഷയിൽ പറഞ്ഞാൽ, is one that is part of his DNA is called to be a counter world. ഒരു ബദൽ, പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരുന്ന ഒരു ബദൽ ലോകത്തെ കുറിച്ചാണ് വാൾട്ടർ ബ്രൂഗ്മാൻ പറയുന്നത്. It is to be a counter world to what he calls our closely held world. ഒരു ബദൽ ലോകക്രമത്തെ കുറിച്ച് വാൾട്ടർ ബ്രൂഗ്മാൻ പറയുമ്പോൾ പറയുന്നത് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതാണ്. Brueggemann defines the closely held world as one that is defined by anxiety and scarcity. ഈ ലോകത്തെ വാൾട്ടർ ബ്രൂഗ്മാൻ തന്റെ എഴുത്തുകളിലൂടെ നിർവചിക്കുവാൻ ശ്രമിക്കുന്നത് വളരെയധികം സംഘർഷങ്ങളുള്ള ഒരു ലോകം. Greed, self-sufficiency built on narcissism and selfishness. സ്വയാനുരാഗത്തിലും സ്വാർത്ഥതയിലും അധിഷ്ഠിതമായിട്ടുള്ള സ്വയം പര്യാപ്തതയും അത്യാർത്തിയുമുള്ള ലോകം. Despair, amnesia, a world without norms and any overarching moral values. ചരിത്രത്തെയും പാരമ്പര്യങ്ങളെയും കുറിച്ചുള്ള മറവിയും അതോടൊപ്പം തന്നെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലായ്മയും. This world, he argues, is to be countered by entering what he calls the poetic imagination as reflected by in the Psalms. അദ്ദേഹം പറയുന്നത് വളരെ കാവ്യാത്മകമായിട്ടുള്ള ഭാഷയിലൂടെ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. And this counter world is built on trustful fidelity. വിശ്വസ്തതയിൽ അടിസ്ഥാനമാക്കിയാണ് ഈ ബദൽ ലോകം നിർമ്മിക്കപ്പെടുന്നതെന്നാണ് ബ്രൂഗ്ഗമൻ പറയുന്നത്. A sense of abundance, അവിടെ ജീവന്റെ സമൃദ്ധിയുണ്ട്. ultimate dependence on God and community, ദൈവത്തോടും സഹചരോടും ഉള്ള കൂടിച്ചേരൽ, അവരോടുള്ള പരസ്പര ആശ്രയത്വം, truth telling, സത്യസന്ധമായ നമ്മുടെ സംസാരങ്ങൾ, a world of hope, പ്രത്യാശയുടെ ലോകം, lively remembering and fidelity to life-giving values. ജീവൻ നൽകുന്ന, സമൂലമായി ജീവൻ നൽകുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വസ്തതയുള്ള ഒരു ലോകം. Pope Francis calls the church into what he calls an authentic lived community. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സഭയെ കുറിച്ച് പറയുന്നത് ആധികാരികമായ ഒരു വിശ്വാസ പ്രസ്ഥാനം എന്നാണ്. That combats individualism, അത് നമ്മുടെ സ്വാർത്ഥതയെ രൂപാന്തരപ്പെടുത്തുന്നു. fostering contagious charity, അവിടെ സാമൂഹിക സേവനം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുന്നു. and welcome everyone without exception. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു സമൂഹം. During this very convention, one of our leaders, the Right Reverend Thomas Ma Theotos, Episcopa, ഈ കൺവെൻഷനിൽ അഭിമന്യ തീത്തോസ് തിരുമേനി called on us to be a community that moves away from othering to a community of brothering. ഞാനും നിങ്ങളും അപരവൽക്കരണത്തിന്റെ സമൂഹത്തിൽ നിന്ന് സാഹോദര്യത്തിന്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് തീത്തോസ് തിരുമേനി തന്റെ പ്രസംഗത്തിലൂടെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. A community of mutuality and solidarity. സാഹോദര്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ഏകീഭവത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒരു സമൂഹമായി നാം പരിണമിക്കണമെന്നുള്ളതാണ് ആ സന്ദേശം. Martin Luther King Jr., influenced and inspired by Josiah Royce, calls us to be a beloved community. ജോസിയ റോയ്സിനെ സ്വാധീനിക്കപ്പെട്ട മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറയുന്നത് പ്രിയപ്പെട്ടവരുടെ സമൂഹം എന്നാണ് ഇതിനെ നിർവചിക്കുന്നത്. A society of justice, peace and love, free of poverty, hunger and hatred. ദാരിദ്ര്യവും വിദ്വേഷവും ഇല്ലാത്ത സമാധാനമുള്ള നീതി പുലരുന്ന ഒരു ലോകമെന്നാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. My siblings in Christ, at the center of the formation of this kingdom community, എൻ്റെ കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ദൈവരാജ്യത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് next to the total devotion, fidelity to and sincere love and worship of one God, ഏക ദൈവത്തിൽ നാം ആശ്രയിക്കുകയും ആരാധിക്കുകയും വിശ്വസ്തതയിൽ നിലനിൽക്കുന്നതുമായ ഒരു സമൂഹമാണ് ഈ ദൈവരാജ്യത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. is one of neighborliness. അത് ഒരു അയൽപക്കത്തിന്റെ സ്നേഹബന്ധത്തിന്റെ കഥ പറച്ചിലാണ്.
And this is also found in the book of Leviticus, as I referenced earlier on, ലേവ്യ പുസ്തകത്തിലും നാം ഈ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. where they are told, I quote, "Do not seek revenge or bear a grudge against a fellow Israelite, but love your neighbor as yourself." നിങ്ങളുടെ സഹോദരനോട് നിങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറരുത്, നിങ്ങൾ അവരോട് സ്നേഹത്തിൽ ഇടപെടണം. This is meant to be a building block for a people who were slaves yesterday. ഇന്നലകളിൽ അടിമകളായിരുന്ന ഒരു ജനത്തെ കെട്ടുപണി ചെയ്യാനുള്ള യാത്രക്കിടയിലാണ് ദൈവം ഇത് ഓർമ്മിപ്പിക്കുന്നത്. Yes, yet they are united by a tradition of Abraham, Isaac and Joseph. എബ്രഹാം, ഐസക്, യോസഫ് എന്നിവരുടെ വലിയ പാരമ്പര്യത്തിലേക്ക് അവർ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. And now they need to transition from the mentality and the ethics of slavery. അടിമത്വത്തിന്റെ ചില ധാർമ്മികതയിൽ നിന്ന് അവർക്കൊരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുക്കുകയാണ്. Unlearning the habits of Pharaoh and the Egypt experience. അവരുടെ മിസ്രൈമ്യ അനുഭവങ്ങളിൽ നിന്നും ഫറോയുടെ മൂല്യബോധങ്ങളിൽ നിന്നും അവർക്കൊരു മനം മാറ്റമുണ്ടാകണം. അവരുടെ മനസ്സുകളിൽ അതുണ്ടാക്കിയ മുറിപ്പാടുകൾ മായ്ച്ചു കളയണം. Into a nation held together by a law, a moral code, shaping who they are to be as God releases them into this new community that God wants to build. ദൈവം അവരിലൂടെ സൃഷ്ടിക്കുവാൻ പോകുന്ന പുതിയ സമൂഹത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ധാർമ്മിക, നൈതിക, ദൈവശാസ്ത്ര ബോധ്യങ്ങളാണ് ദൈവം ഈ ലേവ്യ പുസ്തകത്തിലൂടെയും പഴയ നിയമത്തിലൂടെയും നൽകുന്നത്. You see, my siblings in Christ, freedom does not only take away the oppressor, in this instance the oppression of Pharaoh. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മർദ്ദന അനുഭവങ്ങളെ എടുത്തു കളയുക മാത്രമല്ല ചെയ്യുന്നത്. The removal of that, the one who oppresses, gives moral agency and responsibility to those who are free. സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ ഉത്തരവാദിത്തപൂർണമായി ധാർമ്മികമായ ജീവിതം നയിക്കണമെന്നുള്ളതും ദൈവം ആഗ്രഹിക്കുന്നതാണ്. They must now live as neighbors. അവർ പരസ്പരം അയൽവക്ക ബന്ധങ്ങളിൽ സ്നേഹമുള്ളവരായി പാർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Ethical beings, morally responsible for their own choices. അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ ധാർമ്മികതയും നൈതികതയും ദൈവബോധ്യങ്ങളും ഉണ്ടാവണം, ഉള്ളടങ്ങിയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. So with this question of neighborliness at the center of this community that God wants to bring forth, ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന ഈ സമൂഹത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ളത് ചില നല്ല അയൽപക്കത്വ ശീലങ്ങളെ കുറിച്ചാണ്. We enter the conversation as recorded as for us in the Gospel of Luke as we read. നാം ഈ ചർച്ചയിലേക്കും ഈ സംസാരത്തിലേക്കും പ്രവേശിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. And if you read carefully, നിങ്ങൾ ശ്രദ്ധയോടെ ഈ വേദഭാഗം വായിക്കുകയാണെങ്കിൽ you will soon discover that Jesus subverts any and all known ideas of neighborliness. ഈ ലോകത്തിൽ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന പരിമിതമായ അയൽപക്ക ബന്ധങ്ങളുടെ ഒരു പൊളിച്ചെഴുത്താണ് യേശു ഈ വേദഭാഗത്തിലൂടെ നടത്തുന്നത്. Walk with me as you yourself open up yourself to the influences of your own definition of what a neighbor is. ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നതും ഒരു അയൽക്കാരൻ എന്ത് എന്നുള്ള ചില നിർവചനങ്ങൾ നമ്മുടെ പക്കലുമുണ്ട്. ആ നിർവചനത്തോടു കൂടി ആയിരിക്കാം നാം ജീവിക്കുന്നത്. The writer of Luke presents this question not as a general question for discussions. കേവലം ചർച്ചകൾക്ക് വേണ്ടി ഉള്ള ഒരു കൂടിവരവിനെ കുറിച്ചല്ല ലൂക്കോസ് പറയുന്നത്. I sometimes worry that we who read the text in a hurry rush into that conversation as if that conversation is the foundation of all things. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ വേദഭാഗം പെട്ടെന്ന് ധൃതി പിടിച്ച് വായിക്കുമ്പോൾ അതിനകത്തെ കേന്ദ്ര സന്ദേശം നാം വിട്ടുകളയാറുണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. My siblings in Christ, Luke presents this question of a neighbor or neighborliness in the imagination of the kingdom of God life realities. മനുഷ്യരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ വെളിവാക്കപ്പെടുന്ന ദൈവത്തെയും ദൈവത്തിന്റെ സങ്കല്പനങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് ഈ അയൽപക്കത്വ പാഠങ്ങളിലൂടെ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത്. Before we go to the secondary question of who's my neighbor, എന്റെ അയൽക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് മുൻപായി the primary question in the text is, what shall I do to inherit eternal life? നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് പ്രാഥമികവും പ്രധാനവുമായ അവിടുത്തെ ചോദ്യം. So by the time you go to the neighbor question,
നമ്മൾ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് we are wrestling with the question of how to enter God's kingdom, how to receive eternal life. നിത്യജീവൻ നമുക്ക് എങ്ങനെ കൈവശമാക്കാം, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന ചോദ്യത്തോട് നമ്മൾ മൽപ്പിടുത്തം നടത്തേണ്ടതുണ്ട്. So the expert testing Jesus rises up and asks the question, what do I do to inherit eternal life? ഇവിടെ നാം വായിക്കുന്നത് ഈ ന്യായശാസ്ത്രി കർത്താവിന്റെ മുൻപിൽ എഴുന്നേറ്റ് അവനെ പരീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. Jesus, almost connecting with the Socratic practice rather than answering, raises another question. നമ്മുടെ കർത്താവിന്റെ സംഭാഷണ ശൈലിയിൽ പഠിപ്പിക്കുന്ന ശൈലിയിൽ ചിലപ്പോഴെങ്കിലും നേരിട്ട് ഉത്തരം പറയാതെ മറു ചോദ്യം ചോദിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ The intention കാണുന്നത്. of the question is to lead into a journey of search, reflection and self-discovery. ഒരു തിരിച്ചറിവിലേക്കും അന്വേഷണത്തിലേക്കും സ്വയബോധത്തിലേക്കും നയിക്കുവാൻ തക്കവണ്ണം ഒരു മറു ചോദ്യം യേശു ഇവിടെ ഉന്നയിക്കുകയാണ്. He just asked, what does the law say? എന്താണ് നിയമം പറയുന്നത്, ന്യായപ്രമാണം എന്താണ് പറയുന്നത് എന്ന മറു ചോദ്യം യേശു ചോദിക്കുന്നു. Because he's an expert of the law, he knows the law and recites the law back to Christ. നിയമം നന്നായി, ന്യായപ്രമാണം നന്നായി അറിയുന്നവനാണ് യേശുവിന്റെ മുൻപിൽ വന്നത്. അവൻ ആ യേശുവിന്റെ ചോദ്യത്തിന് അവൻ ന്യായപ്രമാണം കൃത്യമായി ഉരുവിടുകയാണ്. Love the Lord your God with all your heart, all your soul, with all your strength and all your mind. ദൈവത്തിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അനുസരിക്കണമെന്നുള്ള ആ ന്യായപ്രമാണം അവൻ ദൈവത്തിന് മറുപടിയായി പറയുന്നു. And love your neighbor as yourself. നിന്നെ പോലെ നിന്റെ അയൽക്കാരുടെയും സ്നേഹിക്കണമെന്ന വാക്യം അവൻ ഉരുവിടുകയാണ്. And Jesus responds just like Jesus does. എല്ലായ്പ്പോഴും യേശു ചെയ്യുന്നത് പോലെ യേശു അതിന് മറുപടി പറയുന്നത്, He doesn't enter into a conversation. അവൻ ഒരു സംഭാഷണത്തിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ്. He doesn't enter into a debate. അവിടെ ഒരു വലിയ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയല്ല. His answer is simple. അവന്റെ ഉത്തരം വളരെ You have ലളിതമാണ്. answered correctly. നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. Do this and you shall live. നീ പോയി അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്താൽ നീ ജീവിക്കുമെന്ന് യേശു മറുപടി പറയുന്നു. We don't have time, my siblings in Christ, but I also want to note that Jesus does not say to the expert, അവൻ പ്രതീക്ഷിച്ച ഉത്തരമല്ല യേശു അവിടെ നൽകുന്നത്. do this and you shall enter eternal life. നീ ഇത് ചെയ്താൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്നല്ല യേശു പറഞ്ഞത്. അതിനെക്കുറിച്ച് വിശദമാക്കുവാൻ ഇപ്പോൾ സമയമില്ലല്ലോ. He says, do this and you shall live. നീ ഇത് ചെയ്യുക, നീ ജീവിക്കും എന്നാണ് യേശു If പറയുന്നത്. we had time, we have to engage what are the transition in the language that Jesus uses here. ഇവിടെ ഒരുപക്ഷെ സമയമുണ്ടായിരുന്നുവെങ്കിൽ യേശു ഈ രണ്ട് ചോദ്യങ്ങളുമായി ചേർന്നുള്ള വർത്തമാനത്തിലെ അർത്ഥങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാമായിരുന്നു. All I can say, I suspect that this is consistent with the deliberate emphasis of Luke. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു ബോധപൂർവമായ ഊന്നലാണ് ഈ വേദഭാഗം. In the gospel and the book of Acts. ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തികളിലും ഇതേ സന്ദേശം നാം വായിക്കുന്നുണ്ട്. Of the immediacy and accessibility of God's salvation and kingdom. ദൈവിക രക്ഷയുടെയും ദൈവരാജ്യത്തിന്റെയും ആസന്നതയെക്കുറിച്ചും നമുക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ചുമുള്ള പാഠങ്ങൾ ലൂക്കോസ് തന്റെ രണ്ട് പുസ്തകങ്ങളിലൂടെ പറയുന്നുണ്ട്. You see, for Luke, salvation is not postponed. Access to God's kingdom is not postponed. It's a continuous revelation of living in this love with God that continues to challenge us. നമ്മെ വെല്ലുവിളിക്കുകയും ഈ ലോകത്തിൽ നിരന്തരമായി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇന്ന് യാഥാർത്ഥ്യമാകുന്നതുമായ ജീവിതത്തെക്കുറിച്ചാണ് ലൂക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ പറയുന്നത്. And then Luke tells us പിന്നെ ലൂക്കോസ് പറയുന്നുണ്ട്, that the expert rose again. The expert rose again. അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷ And gives a motive for the rising again. അവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു വലിയ ഉത്സാഹം ലക്ഷ്യം നൽകുന്നതിനെ കുറിച്ച്. The intention is to excuse himself. അവൻ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുവാൻ ഈ ന്യായശാസ്ത്രം ശ്രമിക്കുന്നുണ്ട്. Not from inheriting the eternal life, I suppose. നിത്യജീവനിൽ നിന്ന് ഒഴിവാകണം എന്നല്ല അവൻ ആഗ്രഹിക്കുന്നത്. But the ethical responsibility of living in a loving relationship, not only with God but with neighbor. ദൈവത്തോടും അയൽക്കാരനോടും ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ ജീവിക്കണമെന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. He asks, who is my neighbor?
അതുകൊണ്ട് തന്നെ അവൻ മറുചോദ്യം വീണ്ടും യേശുവിനോട് ചോദിക്കുന്നു, എൻ്റെ അയൽക്കാരൻ ആരാണ്? On a side note, I note my siblings in Christ, it is amazing how when we want to deny and excuse our moral responsibility to love others, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ശ്രമിക്കുമ്പോഴും നാമും ഇപ്രകാരം ചെയ്യാറുണ്ട്. we enter into a language that seeks to narrow and make the circle smaller of the people we must love. നമ്മൾ പലപ്പോഴും ഈ ചോദ്യത്തിന് നമ്മുടേതായ വൃത്തങ്ങളിൽ ഉള്ളിൽ ആളുകളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ പലപ്പോഴും നമ്മൾ We ശ്രമിക്കാറുണ്ട്. search and want to find reasons of excluding others rather than including them in the circle of love. നമ്മുടെ ദൈവസ്നേഹത്തിന്റെ വലിയ ചുറ്റുവട്ടത്തിൽ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുവാനല്ല നാം ശ്രമിക്കുന്നത്, മറ്റുള്ളവരെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനുള്ള ചർച്ചയിലാണ് നാം ഏർപ്പെടുന്നത്. And that very moment, as he asked that question, my siblings in Christ, എൻ്റെ കർത്താവിൽ പ്രിയരെ, അവൻ ആ ചോദ്യം ചോദിക്കുന്ന ആ സമയത്ത് the conversation about the neighbor becomes central to the access to the kingdom. ദൈവരാജ്യത്തിന്റെ പ്രവേശനവുമായുള്ള ബന്ധത്തിൽ അയൽക്കാരൻ കേന്ദ്ര ചർച്ചാ വിഷയമായി വരികയാണ്. ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ And when I read closely, നാം ഈ വേദഭാഗം വളരെ ആഴത്തിൽ അടുത്തറിഞ്ഞ് my വായിക്കുകയാണെങ്കിൽ readers, it seems like ഇത് ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. Luke is saying to you and me, ലൂക്കോസ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, you can't talk about God's kingdom without asking the question, who is my neighbor? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തോടെ മല്ലടിക്കാതെ അതിനോട് സംവദിക്കാതെ ദൈവരാജ്യം എന്ന ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. It looks like you cannot talk about inheriting God's kingdom without asking and answering the question, who is my neighbor? എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ള ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം അന്വേഷിക്കുകയും ചെയ്യാതെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമല്ല. Let me say it loud and clear. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായും ഉറക്കെയും പറയട്ടെ. It seems to me, according to Luke, ലൂക്കോസ് ഇപ്രകാരം പറയും എന്നാണ് ഞാൻ പറയുന്നു എന്നാണ് ഞാൻ you cannot talk about being a Christ follower, ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള നിലയിൽ seeking to establish God's kingdom here on earth, ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ കരങ്ങളിൽ ഉപകരണമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന without ഞാൻ asking and answering the question, who is my neighbor? എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിനോട് മല്ലടിക്കാതെ സംവദിക്കാതെ ദൈവരാജ്യ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. As the expert raises the question, അവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. then Jesus does something very interesting. അവിടെ യേശു വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു. Jesus provides an answer by telling a story. യേശു തന്നെ അതിന് ഉത്തരം കണ്ടെത്തക്കവണ്ണം ഒരു കഥ പറയുകയാണ്. And in the story, Jesus takes away the conversation from high debates and sanitized conversations. ഒരു വലിയ വിശാലമായ ചർച്ചയിലേക്കൊന്നുമല്ല യേശു പോകാതെ പകരം വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടിയുള്ള ഒരു കഥ പറച്ചിൽ യേശു അവിടെ നടത്തുകയാണ്. Listen to me, my siblings in Christ. പ്രിയമുള്ള എൻ്റെ കർത്താവിൽ പ്രിയരെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. Jesus places the question, who is my neighbor? യേശു ആ ചോദ്യത്തിന്റെ മധ്യത്തിൽ അതിനെ മറുപടിയായി പറയുന്ന കഥയിൽ on the crime-ridden road of Jericho to Jerusalem, യെരിഹോ മുതൽ യെരുശലേം പോലെ വരെയുള്ള കുറ്റകൃത്യങ്ങൾ പെറ്റുപെരുകിയിരുന്ന ഒരു വഴിത്താരയിലെ where life is cheap, അവിടെ ജീവൻ ഒട്ടും വിലയില്ലാത്ത ഒരു വഴിത്താരയായിരുന്നു അത്. where property can be taken away through robbery, കള്ളന്മാർ നമ്മുടെ വസ്തുവകകൾ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു വഴിത്താര, where when the innocent are wounded and left to die, നിഷ്കളങ്കരായ നിരപരാധികളായ മനുഷ്യർ മുറിവേൽക്കപ്പെടുകയും മരണത്തിന്റെ വക്കിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു വഴി, where people are stripped of their dignity, അവരുടെ അന്തസ്സും അഭിമാനവും പിച്ചിച്ചീന്തപ്പെടുന്ന ഒരു വഴി. in the crime-ridden and poverty-stricken spaces, and indeed in spaces where people's dignity is lost, Jesus places the question exactly there. പ്രിയമുള്ളവരെ, യേശു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ദാരിദ്ര്യം വല്ലാതെ വേരൂന്നിയിരിക്കുന്ന ലോകത്ത്, വിദ്വേഷം പടർന്നിരിക്കുന്ന ലോകത്ത്, മറ്റുള്ളവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന ലോകത്താണ് യേശു ഈ കഥ പറയുന്നതും കൂട്ടുകാരൻ ആരെന്നുള്ള ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതും. He almost takes us away from the catechism class. അവൻ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലുള്ള ചെറിയ പാഠങ്ങളിൽ നിന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കുറെ കൂടെ ആഴമായ സത്യത്തിലേക്കാണ്. He almost takes us away from a Sunday worship service. നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ നിന്ന് അതിനപ്പുറത്തുള്ള ചില പാഠശാലയിലേക്കാണ് ക്രിസ്തു നമ്മെ He കൂട്ടിക്കൊണ്ടുപോകുന്നത്. takes us away from the church council meeting. നമ്മുടെ
സഭയുടെ കൗൺസിൽ മീറ്റിങ്ങുകളിൽ നിന്ന് അതിനപ്പുറത്തേക്കുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. He even takes us away from high political office. നമ്മുടെ വലിയ ഉന്നത അധികാര സ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിശ്വാസ യാത്രയ്ക്കാണ് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. He takes us to the crime-ridden streets of our countries and our world. നമ്മുടെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്ന് ഈ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. He takes this question and locates it in the vulnerability, the woundedness, the bleeding, and indeed where crime takes precedence and power. That's where he asks the question, who is my neighbor? കർത്താവ് ഇവിടെയുള്ള ഈ എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിനുള്ള അന്വേഷണം മറ്റുള്ളവർ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ, കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ, അപമാനീകരണത്തിൻ്റെ പാഠങ്ങൾ ഉള്ള ഇടത്താണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് അതിനുള്ള വർത്തമാനം പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. It seems to me it says what choices you make, not in the Sunday service, but what choices you make in the crime-ridden streets of our countries and the world. That's where you have the choice to make, and whatever choice you make has got consequences. പ്രിയമുള്ളവരെ, കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള അന്തസ്സത്ത ഇതാണ്. കേവലം ആരാധനകൾ, ഞായറാഴ്ചകളിൽ നാം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പുകളല്ല. ജീവിതത്തിൻ്റെ പാപമംഗലമായ, വല്ലാതെ കപടമായ, വേദന നിറഞ്ഞ, ദുരന്തപൂർണമായ ഈ ലോകത്ത് നാം എന്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ് ക്രിസ്തു ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനമായ ചോദ്യം. Even a lack of choice or disregard of choosing is also problematic. ചിലപ്പോഴെങ്കിലും നാം തിരഞ്ഞെടുപ്പുകൾ നടത്താതിരിക്കുന്നതും ഇതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നതും ഒരുപോലെ അപകടകരമാണ്. Having placed the question at that moment in that crime-ridden street from Jericho to Jerusalem. യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് കുറ്റകൃത്യങ്ങൾ പെരുകിയിരിക്കുന്ന യാത്രാ മധ്യേയുള്ള ഒരു വിവരണത്തിലൂടെയാണ് യേശു ഈ അന്വേഷണത്തിൽ ഏർപ്പെടുന്നത്. Jesus provides 3 characters in answering. അവൻ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായി അവതരിപ്പിക്കുന്ന കഥയിൽ 3 വ്യക്തികളെ, കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടുമുട്ടും. For the sake of time, I'm going to clap together the first 2. ആദ്യത്തെ 2 പേരെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ആദ്യത്തെ 2 പേരെ ഞാൻ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. It is a priest and a Levite. ഒരു പുരോഹിതനും ഒരു ലേവ്യനുമാണ് നാം അവിടെ കാണുന്നത്. And when you read the gospel, നാം സുവിശേഷം വായിക്കുമ്പോൾ we are not given any detail about them as persons. അവരുടെ വ്യക്തിപരമായ പേരും നാളും ഒന്നും നമുക്ക് അവിടെ ലഭിക്കുന്നില്ല. We have no idea of their personal views and interests really. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും വേദഭാഗം വിവരിക്കുന്നില്ല. All we know is their role in society. നമുക്ക് ആകെ അറിയാവുന്നത് ആ സമൂഹത്തിലെ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. They are religious leaders. അവർ മത നേതാക്കളാണ്. In some way they represent the temple. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ മതത്തെയും ദേവാലയം എന്ന് പറയുന്ന സ്ഥാപനത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ് അവർ. I suggest that in many ways they are a reflection of the communities and institutions that they represent, the temple, in our language, the church. ഒരു പക്ഷേ ഈ 2 പേരും നമ്മുടെ ഭാഷയിൽ സഭയാവാം. അന്നത്തെ കാലഘട്ടത്തിൽ മതവും യെരുശലേം ദേവാലയത്തെയും പ്രതിനിധീകരിക്കുന്ന പരിച്ഛേദങ്ങളാണ് ഈ പുരോഹിതനും ലേവ്യനും എന്ന് നാം പഠിക്കുന്നു. When I read this with this understanding, ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ ഈ വേദപുസ്തകം നാം വായിക്കുമ്പോൾ it seems to me that Luke is saying to us, ഞാൻ ചിന്തിക്കുന്നത് ലൂക്കോസ് ഇപ്രകാരം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. it is possible to hide our indifference to the cries and woundedness around us. നമ്മുടെ ചുറ്റുപാടുള്ള നിലവിളികളോടും നിസ്സഹായതയോടും ചിലപ്പോഴെങ്കിലും ബധിരരായും മൂഖരായും നിസ്സംഗരായി തീരുവാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. In cold religiosity, പലപ്പോഴും തണുത്ത മരവിച്ച മതാത്മകതയുമായുള്ള ബന്ധത്തിൽ നിസ്സഹായരായും നിസ്സംഗരായും നാം മാറുന്നു. that is imprisoned by rituals and formality. ഔപചാരികതയും ചടങ്ങുകളും ആചാരങ്ങളിലാലും പിടിക്കപ്പെട്ട് അതിൻ്റെ വലയത്തിൽപ്പെട്ട് വല്ലാതെ മരവിച്ചു പോയ ഒരു മതാത്മകത. Losing the heart of God that permeates all rituals and formalities. പലപ്പോഴും അവരുടെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ഹൃദയം എന്നേ പടിയിറങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. Religion and perhaps its business can make us deaf to the cries of the people. ഒരുപക്ഷേ നമ്മുടെ മതാത്മകതയും
ആചാര അനുഷ്ഠാനങ്ങൾ ദൈവത്തോടുകൂടെ അല്ലാതെ ചെയ്യുന്നതും ഒരുപക്ഷെ മറ്റുള്ളവരുടെ നിലവിളി കേൾക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താറുണ്ട്. Make us blind to their suffering. അവരുടെ കഷ്ടപ്പാടുകൾക്ക് നേരെ നമ്മൾ പലപ്പോഴും അന്ധരായി തീരുന്നുണ്ട്. Almost make us betray the God who said to Moses, I have heard the cry, I have seen the suffering, and I have come down. അവരുടെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത കണ്ടു ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തെ പോലും വഞ്ചിക്കുന്ന ചതിക്കുന്ന രീതിയിലാണ് നമ്മുടെ മതാത്മകത നാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. Having given that response in terms of the first two characters, ഈ രണ്ട് കഥാപാത്രങ്ങളുടെ പ്രതികരണത്തിന് ശേഷം let me quicken to say, because I can see I'm going to be without time now. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ, സമയം അല്ലാതെ പെട്ടെന്ന് പോകുന്നുവല്ലോ. Then Jesus introduces the Samaritan. നാം പിന്നീട് യേശു അവിടെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ശമരിയാക്കാരനെയാണ്. The translation, which is called the Catholic New Translation, says the despised Samaritan. നിന്ദ്യനായ ശമരിയക്കാരൻ എന്നുള്ളതാണ് ഞാൻ വായിച്ച ഒരു പരിഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. My siblings in Christ, this entry is problematic and subversive. പ്രിയമുള്ളവരെ, ഈ മതാത്മകത നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശമരിയാക്കാരൻ അവിടേക്ക് പ്രവേശിക്കുന്നത് ചില നിലവിലുള്ള തിരിച്ചറിവുകളുടെ ബോധ്യങ്ങളുടെ പൊളിച്ചെഴുത്താണ്. അവയുടെ മേൽക്കുരകൾ പൊളിക്കപ്പെടുകയാണ്. Remember, the one asking the question is an expert of Jewish law. യഹൂദ നിയമപ്രകാരമുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. And Jesus introduces the Samaritans who sabotages all tribal and religious identities. യേശു ക്രിസ്തുവിൻ്റെ ഈ ചർച്ചയിൽ അവിടെ നിലവിലുണ്ടായിരുന്ന എല്ലാ മതവംശ മതിലുകളെയും തകർക്കുന്ന ഒരു ചർച്ചയിലേക്കാണ് യേശു ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. So the first problem is the foreigner, the one from outside, is brought into the story of helping a Jew who is wounded on the crime streets of Jericho to Jerusalem. എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്രയിൽ മുറിവേറ്റ് കിടക്കുന്ന ഈ മനുഷ്യന്റെ ഈ ചർച്ചയിലേക്ക് ശമരിയാക്കാരനെ കൊണ്ടുവരുന്നതിലൂടെ അന്ന് പുറത്തുണ്ടായിരുന്ന യഹൂദ മതത്തിന് പുറത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനെയാണ് യേശു അവിടെ പരിചയപ്പെടുത്തുന്നത്. That presence does not only contrast the one who is wounded, it also contrasts the ones who were not able to help, the ones who were indifferent. ഇവിടെ നാം വായിക്കുന്നത് ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനും നിസ്സംഗരായിത്തീരുന്ന മനുഷ്യരും തമ്മിലുള്ള വ്യത്യസ്തതകളെ ഇത് കൃത്യമായി വിവരിക്കുന്നുണ്ട്. And as the Samaritan enters the story and the Samaritan walks around, നാം ഇവിടെ വായിക്കുന്നത് ശമരിയാക്കാരൻ ആ കഥയിലേക്ക് പ്രവേശിക്കുന്നു. അവൻ അവിടുത്തെ പ്രധാന കഥാപാത്രമായി തീരുന്നു. Jesus tells the story. യേശു ക്രിസ്തു ആ ഉപമ പറയുകയാണ്. And as he tells the story, my siblings, അവൻ ഈ കഥ പറയുന്നു, എൻ്റെ കർത്താവിൽ പ്രിയരെ. he does not start with the action to save. അവൻ അവിടെ പെട്ടെന്ന് അവ രക്ഷിക്കുവാനുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയല്ല. അവൻ പെട്ടെന്ന് അതല്ല ചെയ്യുന്നത്. He went to the being of the Samaritan. ആ ശമരിയാക്കാരന്റെ ആയിത്തീരലിനെ കുറിച്ചുള്ള വിവരണമാണ് നാം ആദ്യം വായിക്കുന്നത്. The core where decisions, intentions are known and decisions are decided. അവൻ എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം, അവനെ സഹായിക്കുവാൻ അവനെ കരുതുവാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ് അവൻ എടുക്കുന്നത് എന്നുള്ളതും നാം തിരിച്ചറിയണം. And Jesus says, the Samaritan, and please listen to this language, my siblings in Christ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ശമരിയാക്കാരൻ when he saw the man, ആ മുറിവേറ്റ മനുഷ്യനെ ശമരിയാക്കാരൻ കണ്ടപ്പോൾ he felt compassion for the man. ആ മനുഷ്യനോട് അയാൾക്ക് അനുകമ്പ തോന്നി, മനസ്സലിവ് തോന്നി. Compassion, my dear brothers and sisters in Christ, is not mere pity. പ്രിയമുള്ളവരെ, ഈ ആർദ്രത, മനസ്സലിവ് എന്ന് പറയുന്നത് കേവലം സഹതാപമല്ല. Or feeling sorry for. അയ്യോ, അവർക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന ചിന്തയുമല്ല. In East Latin it is called compati, meaning to suffer with. ലാറ്റിൻ ഭാഷയിൽ കമ്പാറ്റി എന്നുള്ള വാക്കിന് കഷ്ടപ്പെടുന്നവരോടുകൂടെ കഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. So it seems to me that Jesus says to this man of the law, when he saw the Jew who was wounded, the Samaritan did not see a Jew, did not see an opponent, did not see somebody tribally. He saw somebody created in the image of God. പ്രിയമുള്ളവരെ, അവിടെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഈ ശമരിയാക്കാരൻ അതൊരു യഹൂദനാണെന്നോ എൻ്റെ വംശത്തിലോ വർഗത്തിലോ പെട്ടവനാണെന്നോ എൻ്റെ ദേശക്കാരനാണെന്നോ അല്ല അവൻ ചിന്തിക്കുന്നത്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അവിടെ മുറിവേറ്റ് കിടക്കുന്നത് എന്ന ചിന്തയാണ് ശമരിയാക്കാരൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. The language is intentional.
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ ബോധപൂർവമാണ്. He felt sorry for the man, ആ മനുഷ്യനെ കുറിച്ച് അവന് വല്ലാതെ അനുകമ്പ തോന്നി. not the tribe, അവന്റെ വംശത്തെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചുമല്ല അവന് സഹതാപം തോന്നിയത്. not the religion the man comes from. അവൻ ഏത് മതത്തിൽ നിന്ന് പെട്ടവനാണ് എന്നുള്ളത് കൊണ്ടല്ല അവന് മനസ്സലിവ് He തോന്നിയത്. connected with the humanity of the victim. ആ ഇരയാക്കപ്പെട്ടവന്റെ ഉള്ളിലെ മാനവികതയാണ് ഈ ശമരിയക്കാരൻ കണ്ടത്. He suffered with the humanity of the victim. ആ മനുഷ്യൻ കടന്നുപോകുന്ന വേദന അവൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ അവർ ഉൾപ്പെട്ടിരിക്കുന്ന വർഗം പോലും തന്നെ നിന്ദിതനായി കണ്ടിട്ടുണ്ടായിരിക്കാം. It seems like it says to me, my siblings in Christ, കർത്താവിൽ പ്രിയരെ, ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. when we want to respond to the wounds of Kerala, ഈ കേരളത്തിലെ മുറിവുകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ we must look beyond tribe, we must look beyond religion, we must look beyond neighborhoods, we must find and connect with the humanity of the one who's wounded. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ മുറിവേറ്റ ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ വംശദേശ ഭാഷ സംസ്കാര വർഗ ചിന്തകളല്ല നമ്മളെ ഭരിക്കേണ്ടത്. പകരം അവിടെ വീണ് കിടക്കുന്നത് ഒരു മനുഷ്യനാണ്, എൻ്റെ സഹോദരനാണ് എന്ന വിചാരമാണ് നമ്മളെ കീഴടക്കേണ്ടത്. So before you serve your self-centeredness of being a Messiah by helping other people, ask the question, have I connected with their deep humanity? Can I see in them the humanity created by God? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം, മെശിഹായിലേക്ക് എത്തണം എന്നുള്ള ചോദ്യത്തിന് മുൻപായി മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നാം ഉന്നയിക്കണം, വീണുകിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട്. Mercy devoid of love is empty actions that are only meant to be seen and acknowledged to serve ourselves and our own self-importance. പ്രിയമുള്ളവരെ, വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ വീണ്ടെടുക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ വീണ്ടെടുക്കുന്ന പ്രക്രിയയിലാണ് ഏർപ്പെടുന്നത്. Let me quickly move on because indeed I do not have the time. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകട്ടെ. After connecting with the humanity of the wounded, ഈ വീണ് കിടക്കുന്ന മനുഷ്യന്റെ മാനവികതയുമായുള്ള ബന്ധത്തിൽ the Samaritan comes near. ആ ശമരിയക്കാരൻ ആ മുറിവേറ്റവന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. And having come near, അവന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ, having come closer to the wounded one, അടുത്ത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്തേക്ക് അവൻ ചെല്ലുകയാണ്. he bandaged the wounds, അവന്റെ മുറിവുകളെ അവൻ കെട്ടി, pouring oil and wine, വീഞ്ഞും എണ്ണയും പകർന്നു. and then he put the man on his donkey. അതിനുശേഷം തന്റെ കുതിരപ്പുറത്ത് കഴുതപ്പുറത്ത് അവരെ കയറ്റുകയാണ്. The scripture does not tell us whether they had more than one donkey. അവന്റെ പക്കൽ ഒന്നിൽ കൂടുതൽ കഴുതയുണ്ടോ എന്നുള്ളത് വേദപുസ്തകം പറയുന്നില്ല. I therefore going to take poetic license and imagine it only one. ഞാൻ കാവ്യാത്മകമായി സങ്കല്പിക്കുകയാണ്, അവന്റെ പക്കൽ ഒരു കഴുത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. So I imagine him getting off the donkey, putting the wounded man on the donkey and walking along next to the donkey. പ്രിയമുള്ളവരെ, ഇവിടെ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഭാവനാത്മകമായി ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു, മുറിവേറ്റ് കിടക്കുന്നവനെ കഴുതപ്പുറത്ത് കയറ്റിയതിനു ശേഷം ഇവൻ ഈ കഴുതയോട് ചേർന്ന്, ഈ മുറിവേറ്റ മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്ന കഴുതയോട് ചേർന്ന് നടക്കുകയാണ്. Can you imagine a church like that? നിങ്ങൾക്ക് അങ്ങനെ ഒരു സഭയെ സങ്കല്പിക്കുവാൻ കഴിയുമോ? Where we go down from our high places and put the wounded of God in the high places and walk with them as if risk them being the dirt and risk the dangers of the road. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സഭയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുവാൻ കഴിയുമോ? ഉന്നത സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി താഴെ വീണ് കിടക്കുന്നവരെ ആ സ്ഥാനത്തിലേക്ക് ഉയർത്തി നമ്മൾ അവരോടൊപ്പം ഒരുപക്ഷെ ചെളി പുരണ്ടുകൊണ്ടും ക്ഷീണിച്ചുകൊണ്ടും നടക്കുവാൻ തക്കവണ്ണം സന്മനസ്സുള്ള സമർപ്പണമുള്ള ഒരു സഭയെ നമുക്ക് കാണുവാൻ കഴിയുമോ? And then the Samaritan says the following. പിന്നീട് ശമരിയക്കാരൻ ഇപ്രകാരം പറയുന്നു, look after this man. നിങ്ങൾ ഈ അവിടെ സത്രത്തിൽ കൊണ്ടുപോയതിനു ശേഷം ഈ ശമരിയക്കാരൻ പറയുന്നു, നിങ്ങൾ ഇവനെ സൂക്ഷിക്കുക, ഇവനെ പരിചരിക്കുക. And please listen to him again. നിങ്ങൾ ശമരിയക്കാരൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കുക. If taking care of this man means you have to spend more, പ്രിയമുള്ളവരെ, ഈ മനുഷ്യനെ ഇനിയും പരിചരിക്കണമെങ്കിൽ കൂടുതൽ ചിലവുണ്ട് ഇതിന് പിൻപിൽ. I will come back. ഞാൻ മടങ്ങി വരാം.
Put simply, my leaders, I don't have time really. Put simply, I'm prepared to be in debt for the sake of those who are wounded. ഈ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് വേണ്ടി കടബാധ്യത ഏൽക്കുവാനും ഞാൻ തയ്യാറാണ്. ഞാൻ എന്തെങ്കിലും അവൻ അധികമായി ചിലവിട്ടാൽ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് ഈ ശമരിയക്കാരൻ പറയുന്നുണ്ട്. As I quickly move then to the conclusion, my leaders, ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. having given the question, the expect answers. ഒരുപക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ചോദ്യം ചോദിക്കുമ്പോൾ The Samaritan is the one who is the neighbor. ഇവിടെ നാം കാണുന്നത് ഈ ശമരിയാക്കാരനാണ് ഇവിടെ അയൽക്കാരനായി കൂട്ടുകാരനായി പരിണമിക്കുന്നത്. And Jesus simply answers, യേശു ലളിതമായി ഉത്തരം പറയുന്നു, go and do likewise. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് യേശു അവനോട് പറയുകയാണ്. And I'm saying this to you, my brothers and sisters gathered here, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, that the greatest command that God gives us outside of loving God and indeed in living in worship to God, ദൈവം തമ്പുരാൻ നമ്മളോട് നൽകുന്ന ഏറ്റവും പ്രധാനമായ കൽപ്പന അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നുള്ളതാണ്. is to know this truth, ഈ സത്യം നാം തിരിച്ചറിയണം. that the path towards God's kingdom, eternal life, goes through this unknown wounded neighbor who lies in the streets of our പ്രിയമുള്ളവരെ, places. നിത്യരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈ പരിക്കേറ്റ് കിടക്കുന്ന മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ മുറിപ്പാടുകൾ അന്വേഷിക്കുകയും വെച്ചുകെട്ടുകയും ചെയ്യുന്നതിലൂടെയാണ് നിത്യരാജ്യത്തിലേക്ക് നാം എത്തിച്ചേരുക. So as you ask the question, who is my neighbor, so that I can inherit eternal life, എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിലൂടെ എനിക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയും. the answer is, ഉത്തരം ഇതാണ്, your neighbor, my neighbor, നിന്റെ അയൽക്കാരൻ എൻ്റെ അയൽക്കാരനാണ്. is the one wounded in our streets. നമ്മുടെ തെരുവുകളിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യർ നമ്മുടെ അയൽക്കാരാണ്. My neighbor, your neighbor, എൻ്റെ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാരാണ്. is the one beaten up by the thugs who operate on the roads from Jericho to Jerusalem. എരിഹോ മുതൽ യെരുശലേം വരെയുള്ള യാത്രക്കിടയിലെ കള്ളന്മാരുടെ പീഡനം നേരിടുന്ന മനുഷ്യരാണ് നമ്മുടെ അയൽക്കാർ. My neighbor and your neighbor എൻ്റെ അയൽക്കാരൻ നിങ്ങളുടെ അയൽക്കാരനാണ്. is the one left jobless, poor and hungry in an economic system that builds obscene wealth. സ്വകാര്യ മുതലാളിത്തത്തിൽ വളരെ ദരിദ്രരായ ആളുകൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വലിയ ധനികരായി ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാവുകയും തൊഴിൽ ഇല്ലായ്മ ഉണ്ടാവുകയും ചെയ്യുന്ന ഇടത്ത് നമ്മുടെ അയൽക്കാരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. For the few whilst leaving, the man is scrapping for leftovers from the tables of those who have more than they need. വളരെയധികം ഭക്ഷണം അവശേഷിപ്പിച്ചു പോകുന്ന ആളുകളുടെ മേശക്കടിയിൽ നിന്ന് ഭക്ഷണ ശേഷിപ്പുകൾ തേടുന്ന മനുഷ്യരിൽ നമുക്ക് നമ്മുടെ അയൽക്കാരെ കണ്ടെത്തുവാൻ കഴിയും. The neighbor is that woman who is emotionally scarred and abused, violated and trafficked in this cold, cruel world we live in. പ്രിയമുള്ളവരെ, ഈ ക്രൂരമായ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന, ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ അനുഭവിക്കുന്ന സ്ത്രീകളിൽ നമുക്ക് ഇങ്ങനെയുള്ള അയൽക്കാരെ കാണുവാൻ കഴിയും. My neighbor, your neighbor, എൻ്റെ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാരാണ്. is that immigrant in my community living with fear, aware that they can be easily terrorized. വളരെ പെട്ടെന്ന് ഉപദ്രവിക്കപ്പെടുവാൻ സാധ്യതയുള്ള അഭയാർത്ഥികൾ നമ്മുടെ അയൽക്കാരാണ്. My neighbor, your neighbor, എൻ്റെ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാരാണ്. is that man, woman or child living through a genocide in Myanmar, in Sudan, in Ukraine and Gaza. മ്യാൻമാർ, സുഡാൻ, യുക്രൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യർ നേടുന്ന വംശഹത്യയിലും നമ്മളുടെ അയൽക്കാരെയാണ് നാം കാണുന്നത്. My neighbor, your neighbor is that person of another faith who you are told you must hate because they do not believe like you do. They don't worship like you do. They don't even eat like you do. പ്രിയമുള്ളവരെ, എൻ്റെ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാരനാണ്. നമ്മുടെ മതത്തിന് ഉള്ളിൽപ്പെടാത്ത മറ്റൊരു മതവിശ്വാസിയെ നാം കാണുമ്പോൾ അവരെ നാം ചേർത്ത് പിടിക്കുന്നില്ല. അവർ വെറുക്കപ്പെടേണ്ടവരാണ്. അവർ എന്നെപ്പോലെയല്ല ആരാധിക്കുന്നത്, എന്നെപ്പോലെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ശത്രുപക്ഷത്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് നമ്മുടെ അയൽക്കാർ. So my siblings in Christ, if you and I want to live and inherit eternal life, the kingdom of God, പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ we must love God with all our might, our mind and our souls. നമ്മുടെ ദൈവത്തെ നാം പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം സ്വീകരിക്കണം, ആരാധിക്കണം. But we also love our neighbors in the ones that we do not know but who are lying wounded in our streets. നമുക്ക് അറിയാത്ത, നമുക്ക് അപരിചിതരായ, എന്നാൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി
പെരുവഴിയിൽ കിടക്കുന്ന മനുഷ്യരെ പരിചരിക്കുന്നതിലൂടെയാണ്, വീണ്ടെടുക്കുന്നതിലൂടെയാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത്. Loving our neighbor beyond nationality, beyond tribe, beyond religion, beyond class and beyond race. നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്തതകൾക്ക് അപ്പുറത്ത്, അത് ദേശീയതയുടെയോ വംശവർഗ ദേശ വ്യത്യസ്തങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുന്നതിലൂടെയാണ് നിത്യതയുടെ തുറമുഖത്തേക്ക് നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുക. The path towards the kingdom of God is one where we love our neighbor by connecting with their woundedness and their humanity. അവരിൽ അന്തർലീനമായിരിക്കുന്ന മനുഷ്യത്വത്തെയും അവരിൽ ഉള്ളടങ്ങിയിരിക്കുന്ന മുറിപ്പാടുകളെയും നമ്മുടെ മുറിപ്പാടുകളുമായി ചേർത്ത് വെക്കുന്ന ഇടത്താണ് നാം ദൈവരാജ്യത്തിലേക്ക് സഞ്ചരിക്കുന്നത്. Move to compassionate praxis that is consistently serving sacrificially whatever the cost it brings, and it brings us closer to the eternal life. പ്രിയമുള്ളവരെ, നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും ത്യാഗാത്മകമായി അത്തരം മനുഷ്യരുടെ അടുക്കിലേക്ക് ചെന്ന് ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ് സഭയുടെ നിയോഗം. The call to be part of God's kingdom is to love God totally and completely, whilst loving our neighbor radically. നാം ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നുള്ളത് നിത്യതയുടെ അടിസ്ഥാനമാണെന്നതോടൊപ്പം തന്നെ നാം നമ്മുടെ അയൽക്കാരെ, സഹചരെ ചേർത്ത് പിടിക്കണം, വളരെ വിപ്ലവകരമായി. Even recklessly as we participate in building a community of life, all life embracing. ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ അപകടത്തിൽപ്പെട്ടാലും മറ്റുള്ളവരെ വീണ്ടെടുക്കുന്ന ശുശ്രൂഷയിൽ നാം ഏർപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ നിയോഗം. My sisters and brothers, in this cold, crazy world we live in, this call is timeless, this call is urgent and demands courageous living from those who live with the hope of being true neighbors in building God's kingdom. പ്രിയമുള്ളവരെ, ദൈവരാജ്യ നിർമ്മിതിയിൽ ഞാനും നിങ്ങളും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വലിയ ദൈവ നിയോഗത്തോടുകൂടെ ഏർപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമാണ്. From this convention, let us go and be neighbors to the people of Kerala. ഈ കൺവെൻഷൻ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ അയൽക്കാരെ കണ്ടുമുട്ടുമ്പോൾ, of India and the world, ഈ ഭാരതത്തിലെയും ഈ ലോകത്തിലെയും അയൽക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, let them know in us, you and I, എന്നിലും നിങ്ങളിലും അവർ അറിയട്ടെ, കാണട്ടെ, because we love our God with all our might, heart and mind. നാം ദൈവത്തെ ഹൃദയ ആത്മാവോടും മനസ്സോടും കൂടെ ആരാധിക്കുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും അവർ തിരിച്ചറിയട്ടെ. They have neighbors who love them radically, prepared to commit life and resources to their salvation and love. അവരുടെ രക്ഷാചരിത്രത്തിൽ ഭാഗമാക്കാകുവാൻ അവരോടൊപ്പം സഞ്ചരിക്കുകയും നമ്മുടെ വിഭവങ്ങൾ അവർക്ക് പകുത്തു നൽകുകയും ചെയ്യുവാൻ നാം തയ്യാറാകണം. Let us be what God calls us to be. ദൈവം നമ്മളോട് എപ്രകാരം ആഗ്രഹിക്കുന്നുവോ, ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം ഞാനും നിങ്ങളുമായി തീരണം. The credibility of our faith depends on it. നമ്മളുടെ വിശ്വാസത്തിന്റെ പ്രായോഗികത എന്ന് പറയുന്നത് അതിൽ ആശ്രയിച്ചിരിക്കുന്നു. Indeed, my brothers and sisters, the path towards God's kingdom, eternal life, goes through our wounded and unknown neighbor. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് അപരിചിതനായ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ മുറിപ്പാടുകളിലൂടെയാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. In these cruel streets of life, വളരെ ക്രൂരത നിറഞ്ഞ ജീവിതത്തിന്റെ ചിത്രങ്ങളുള്ള ഈ ലോകത്തിൽ, may we be true neighbors as God invites us. ദൈവം ക്ഷണിക്കുന്ന പ്രകാരമുള്ള നല്ല അയൽക്കാരായി തീരുവാൻ നമുക്ക് കഴിയണം. Devam ilavariamo, ദൈവം എല്ലാവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. Translate in English. May the good God bless you all. May God bless us all. Thank you till we meet again. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ.